വിവാദങ്ങൾ കൊണ്ട് കുത്തി നിറച്ചതാണ് ഇ.പി. ജയരാജന്റെ രാഷ്ട്രീയ ജീവിതം. കട്ടൻ ചായയും പരിപ്പോടിയും കഴിച്ച് താടിയും മുടിയും വളർത്തി ബെഞ്ചിൽ കിടന്നുറങ്ങി പാർട്ടിയെ വളർത്താനാകില്ലെന്ന് ഇ.പി. ജയരാജൻ പറഞ്ഞത് 15 വർഷം മുൻപ് ഒരു DYFIയുടെ ചടങ്ങിൽ വെച്ചായിരുന്നു. യന്ത്രവൽക്കരണത്തിനെതിരെ CITU സമരം നടത്തുമ്പോൾ യന്ത്രക്കല്ലുപയോഗിച്ച് വീട് പണിത് ഇ.പി. ജയരാജൻ തൻ്റെ വ്യതിയാനം ഒന്നുകൂടി മുന്നോട്ട് വെച്ചു. ഓൺലൈൻ ലോട്ടറി ചൂതാട്ടത്തിനെതിരെ രാജ്യമാകെ പ്രവർത്തിച്ചു വരുമ്പോൾ സാന്റിയാഗോ മാർട്ടിൻ എന്ന ലോട്ടറി രാജാവിൽ നിന്ന് ദേശാഭിമാനിക്ക് വേണ്ടി 2 കോടി രൂപയുടെ ബോണ്ട് വാങ്ങി ഇ.പി. ജയരാജൻ പാർട്ടിയെ പിന്നെയും കളങ്കപ്പെടുത്തി. തെറ്റുതിരുത്താൻ പാലക്കാട് പ്ലീനം ചേർന്നപ്പോൾ വിവാദ വ്യവസായി VM രാധാകൃഷ്ണന്റെ പേരിലുള്ള സ്ഥാപനത്തിന്റെ പരസ്യം നൽകി പാർട്ടിയെ വീണ്ടും പ്രതിസന്ധിയിലാക്കി ഇ.പി. വ്യവസായ മന്ത്രിയായപ്പോൾ ബന്ധു നിയമനം നടത്തി പാർട്ടിയെയും മുന്നണിയെയും ഇ.പി. പിന്നെയും കളങ്കപ്പെടുത്തി. ഒടുവിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടിയും വന്നു. മൊറാഴയിൽ കോടികൾ ചെലവിട്ട് റിസോർട്ട് പണിതതായിരുന്നു മറ്റൊരു വിവാദം കത്തിപ്പടർന്നപ്പോൾ ഓഹരികൾ വിറ്റ് ഇ.പി. തടിയൂരി. എന്നാൽ ഓഹരി വാങ്ങിയത് BJP നേതാവിന്റെ സ്ഥാപനമാണെന്ന് വന്നതോടെ വിവാദത്തിന് മറ്റൊരു തലവുമായി. ഒരു ഉയർന്ന നിലവാരത്തിലുള്ള ആയുർവേദ ചികിത്സാ കേന്ദ്രമാണ്. അതും ഞാനുമായിട്ട് പ്രത്യേകിച്ച് ഒരു ബന്ധവുമില്ല. ഞാൻ അവർക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സഹായങ്ങളും കൊടുക്കാറുണ്ട്. അതൊക്കെ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ജാഥ നടത്തിയപ്പോൾ അതിൽ നിന്നും പിണങ്ങി വിട്ടുനിന്നതായിരുന്നു മറ്റൊരു വിവാദം. വിമാനത്തിൽ മാന്യത വിട്ട് പെരുമാറിയെന്ന് കാണിച്ച് ഇൻഡിഗോ കമ്പനി ഇ.പി. ജയരാജന് വിലക്കേർപ്പെടുത്തി. ഇനി ഞാൻ ഇൻഡിഗോയുടെ വിമാനത്തിൽ കയറുകയേ ഇല്ല എന്ന് പറഞ്ഞായിരുന്നു ഇ.പി. അതിനോട് പ്രതികരിച്ചത്. ഞാൻ ഇനി ഈ ഇൻഡിഗോ കമ്പനിയിൽ യാത്ര ചെയ്യില്ല. ഇവരുടെ വിമാനം ഇല്ലെങ്കിലൊക്കെ എനിക്ക് യാത്ര ചെയ്യണമെങ്കിൽ എനിക്ക് യാത്ര ചെയ്യാനറിയാം. BJPയിൽ ചേരാൻ ഇ.പി. ജയരാജനുമായി ചർച്ച നടത്തിയെന്ന ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ അക്ഷരാർത്ഥത്തിൽ പാർട്ടിയെ ഞെട്ടിച്ചു കളഞ്ഞു. ജാവേദ്കറുമായുള്ള കൂടിക്കാഴ്ചയും ദല്ലാൽ നന്ദകുമാറുമായുള്ള ബന്ധവും കൂടിയായപ്പോൾ ഇ.പി. ജയരാജൻ യഥാർത്ഥത്തിൽ പരിധി വിട്ട് കഴിഞ്ഞിരുന്നു. LDF കൺവീനർ സ്ഥാനമല്ല, ഒരുപക്ഷെ പാർട്ടി അംഗത്വം തന്നെ പോയേക്കാമെന്നാണ് ചർച്ച.